അല്പസമയം നിങ്ങളുടെ കൂടെ ഈ ലൈവിൽ വീഡിയോയിൽ വന്ന് അല്പസമയം കർത്താവിനെ ആരാധിക്കുവാനും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുമായും പങ്കുവെക്കുന്ന ഒരു നിമിഷമാണിത്. ഇതൊരു പ്രൊഫറ്റിക്കൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ്. പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിന്റെ പ്രത്യേകത, ആ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിൽ വിവിധ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രൊഫറ്റിക്കൽ മെസ്സേജ് വിവിധ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് വചനമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പ്രാർത്ഥനയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു സന്ദേശമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതോടൊപ്പം അതൊരു പാട്ടായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പിക്ചർ ഡ്രോയിങ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏതൊക്കെ നിലയിൽ ആ പ്രൊഫറ്റിക്കൽ മെസ്സേജ് പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുമ്പോൾ ഏതൊക്കെ നിലയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ ആ നിലകളിലെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ദൈവത്തിന്റെ വചനം സ്വാതന്ത്ര്യം തരുന്നു. അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആയിരിക്കും. ഇന്നും ഞങ്ങൾ ഈ ആരാധനയുടെ നടുവിലിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ പ്രവചനാത്മാവിൽ, പാട്ടായും, പ്രാർത്ഥനയായും, നിങ്ങളോടുള്ള ദൈവശബ്ദവുമായി ഒക്കെ ഞങ്ങൾ അല്പസമയം നിങ്ങളുടെ കൂടെ കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ പ്രഭാതം ഞങ്ങൾ എടുക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുന്ന മുറികളിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് അന്യഭാഷയിൽ സംസാരിച്ച് നമുക്ക് അല്പസമയം ഇന്ന് രാവിലെ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ലോക്ക്ഡൌൺ പിന്നെയും നീണ്ടു പോവുകയാണ്. എത്ര നാളിത് നീണ്ടു പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവത്തിലെ നിന്റെ മുഖം ലജ്ജിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങൾ അത്ഭുതകരമാവണ്ണം നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന് അല്പസമയം വായ്കൾ തുറന്ന് നന്ദി പറഞ്ഞ് ആരാധന, അത് ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ആരാധനയിൽ അർപ്പിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണം, അന്വേഷിക്കണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്, സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ്. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം മുഴുവൻ, അവന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളോടും അവൻ പറയുകയാണ് ദൈവത്തെ ആരാധിക്കുവാൻ. പലപ്പോഴും നമ്മുടെ വായ് കൊണ്ട് മാത്രമാണ് നമ്മൾ പാട്ട് പാടുന്നത്, നമ്മുടെ ഹൃദയം ദൂരത്തിരിക്കും. പലപ്പോഴും നമ്മുടെ വായ് കൊണ്ട് പാട്ട് പാടുമ്പോൾ നമ്മുടെ കണ്ണ് വേറെ പോകും. എന്നാൽ ബൈബിൾ പറയുന്നത്, ദാവീദ് പറയുന്നത്, അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും പറയുകയാണ്, നഖം മുതൽ മുടി വരെയുള്ള എല്ലാ അവയവങ്ങളോടും പറയുകയാണ് മര്യാദയ്ക്ക് അവനെ ആരാധിച്ചുകൊള്ളാൻ. നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, നിന്റെ ശരീരഭാഗങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ശരീരഭാഗങ്ങളാണെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, പാപം അതിന്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ കൺമോഹം നിന്റെ കണ്ണിന്റെ മേൽ പകരാൻ ഇടയാകത്തില്ല. നിന്റെ നാവ് കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നയാളാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ പാപം ചെയ്യത്തില്ല. നിന്റെ ഹൃദയം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നയാളാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പാപം ഉണ്ടാകത്തില്ല. അല്പസമയം എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, കണ്ണ്, മുടി, നാക്ക്, ത്വക്ക്, കിഡ്നി, നിന്റെ അകത്തെ ഇന്റേണൽ ഓർഗൻസ്, നിന്റെ എക്സ്റ്റേണൽ ഓർഗൻസ്, നിന്റെ സെക്ഷൽ ഓർഗൻസ് എല്ലാം യേശുവിനെ ഇന്ന് രാവിലെ ആരാധിക്കട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്, അവൻ പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. വെളിപ്പാട് പുസ്തകത്തിലെ അവന്റെ തേജസ്സിന്റെ മുഖം കണ്ടപ്പോൾ മൂപ്പന്മാർ കിരീടങ്ങളെ ഊരി താഴെ ഇട്ടിട്ട് അവർ വിളിച്ചു പറഞ്ഞു, കുഞ്ഞാടേ നീ യോഗ്യൻ. പല ഭാഷയിലും പല ഗോത്രത്തിലും പല വംശത്തിലുമായിരുന്നു ഞങ്ങളെ നിന്റെ രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് ആരാധനയുടെ സൗന്ദര്യം കണ്ടപ്പോൾ, ഉമ്മറപ്പടി ഇളകിപ്പോകുന്ന ആരാധന കണ്ടപ്പോൾ, വഹാവ്, അവൻ മരിച്ചവനെ പോലെയായി തീർന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ കണ്ട ആ കാഴ്ചയുണ്ടല്ലോ, 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച് 7 രാജമുടികൾ അണിഞ്ഞ് 7 പൊൻനിലവിളക്കുകൾക്ക് നടുവിൽ ഉലാവുന്ന ആ തേജസ്സിന്റെ മുഖം അല്പസമയം നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിച്ച് അല്പസമയം ആ കണ്ണുകളെ അടച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അല്പസമയം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി, മനസ്സുകളെ ഏകാഗ്രമാക്കി ആ രൂപം, ആ ചിത്രം ഇന്ന് മകൾ ഹൃദയത്തിലേക്ക് വരട്ടെ. ഈ ആരാധന ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ട രൂപം ക്രൂശിൽ കിടക്കുന്ന ആ വികൃതമാക്കപ്പെട്ട പുത്രന്റെ രൂപമല്ല, ആ വൈകൃതങ്ങളെ അതിജീവിച്ച് നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച ആ തേജസ് വാരി ചുറ്റിയ കർത്താവിന്റെ മുഖം
ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. അല്പസമയം നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ ജാക്സൺ, അജോ, ബിനോയ് പാസ്റ്റർ, ബിജു എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അല്പസമയം ഞങ്ങൾ നിങ്ങളെ ചേർന്ന് നമ്മൾ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കമോൺ. സൗന്ദര്യം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. കമാൺ. അണിഞ്ഞും കാണും ഏഴുവിളക്കിൻ നടുവിൽ നിന്റെ രൂപവും നിന്റെ ഭാവവും, ആ കർത്താവിന്റെ ആ മുഖഭാവം, കർത്താവിന്റെ ആ സൗന്ദര്യം എന്നിലേക്കൊന്ന് നിറയട്ടെ എന്ന് നമുക്കൊന്ന് പാടാൻ പറ്റുമോ? പൗലോസ് പറയുന്നു നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. പൗലോസ് പറയുന്നു നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. പത്രോസ് പറയുന്നു നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുന്നു. 3.5 വർഷം യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ആ ശിഷ്യന്മാരുടെ സംസാര ശൈലി യേശുവിന്റെ കൂടെയായി. ഒരിക്കലൊരു ദൈവദാസൻ എന്നോട് ചോദിച്ചു, ഗെത്സമനയിലേക്ക് യൂദാ എന്തിനായി ഒറ്റ കൊടുക്കാനായി ചുംബനം കൊണ്ട് ഒറ്റ കൊടുത്തെന്ന് ഒരിക്കലൊരു ദൈവദാസനോട് ചോദിച്ചു. പടയാളികൾക്ക് അറിയത്തില്ലായിരുന്നോ യേശുവിനെ കണ്ടാൽ തിരിച്ചറിയത്തില്ലായിരുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു ബോധ്യം, 3.5 വർഷം കഴിഞ്ഞപ്പോൾ യൂദാസിന് അറിയാമായിരുന്നു ആ സന്ധ്യാ സമയത്ത് ഗെത്സമനിൽ നിന്നും പുറത്തു വരുന്ന ആ 12 പേരിൽ യൂദാസ് മാറിക്കഴിഞ്ഞിട്ടും യേശു ഉൾപ്പെടെയുള്ള 12 പേരുടെ ടീം നടക്കുന്നത് കണ്ട യേശു ആരാ പത്രോസ് ആരാന്ന് തിരിച്ചറിയാതെ, യേശു ആരാ യോഹന്നാൻ ആരാന്ന് തിരിച്ചറിയാതെ അവർ നടക്കുന്നത് ഒരേപോലെയാണ്, അവർ നിൽക്കുന്നത് ഒരുപോലെയാണ്, അവരുടെ ചലനങ്ങൾ ഒരുപോലെയാണ്. അതുകൊണ്ട് ആ തെറ്റിപ്പോകാതിരിക്കാൻ യൂദാസ് പോയി യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചത്. അതിന്റെ തെളിവ് വചനത്തിനകത്തുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പിൽ ഇരിക്കുന്ന പത്രോസിന്റെ സംസാരം കേട്ടപ്പോൾ ആ ബാല്യക്കാരത്തി പറയുകയാണ്, നിന്റെ വാക്കും ഉച്ചാരണവും പറയുന്നു നീയും ആ നസ്രയന്റെ കൂടെ. യേശുവിനെ ആരാധിക്കുമ്പോൾ ദൈവവേദിയിലെ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവപതിതനെ പതിയെ 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 അവന്റെ രൂപവും അവന്റെ ഭാവവും അവന്റെ എസൻസുകൾ മുഴുവൻ
ഹല്ലേലൂയ. നിന്റെ അകത്തേക്ക് ഊറി വരണം, നിന്റെ അകത്തേക്ക് ഇറങ്ങി വരണം. എത്രയോ വർഷമായി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, എത്രയോ വർഷമായി അഭിഷേകത്തെ നാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ക്യാരക്ടറിനെ അഭിഷേകം സ്വാധീനിക്കുന്നില്ലെങ്കിൽ അഭിഷേകം കൊണ്ട് കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷകളെ സ്വാധീനിച്ചിരിക്കാം, നിന്റെ സാമ്പത്തികത്തെ സ്വാധീനിച്ചിരിക്കാം, പക്ഷെ അഭിഷേകം നിന്റെ ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ അഭിഷേകം കൊണ്ട് ഗുണമില്ല. നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവേ, നിന്റെ രൂപവും നിന്റെ ഭാവവും എന്നിലങ്ങ് നിറയട്ടെ, നിന്റെ ഹിതത്തിന്റെ നടുവിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് ചേർന്ന് അല്പസമയങ്ങൾ കൂടെ വായ്കൾ തുറന്ന് തിരുരൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നെ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നെ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ചേർന്ന് പാടാമോ? കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ, നിന്റെ രൂപവും നിന്റെ ഭാവവും, നിന്റെ രൂപവും ഭാവവും അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഇച്ഛ. നിന്റെ ആത്മശക്തിയും എന്നെ കവിഞ്ഞിടട്ടെ, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നെ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രശോഭിക്കട്ടെ. ചേർന്ന് പാടാമോ? എന്റെ ഇഷ്ടങ്ങളൊന്നുമേ എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഗീതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യൻ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും അങ്ങ് യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. നിങ്ങൾക്കറിയാമോ, ഈ അന്ത്യ കാലഘട്ടത്തിൽ ദൈവം റെസ്റ്റോർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാധനയുടെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയില് ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ നാളുകളിൽ ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ യഥാസ്ഥാനപ്പെടുത്തും. ദാവീദിന്റെ കൂടാരം ഒരു അസാധാരണ വെളിപ്പാടാണ്, ഒരു അസാധാരണമായ ദൈവകൃപയാണ്. എനിക്ക് ദാവീദിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ദിവസങ്ങളിൽ. ദാവീദ് എന്ന ആ മനുഷ്യൻ ആ വന്നു കഴിഞ്ഞു പോയപ്പോൾ, വന്ന് ജനിച്ച് മരിച്ചു പോയ ആ കാലഘട്ടത്തിൽ പല അഡ്രസ്സുകളും അവൻ തിരുത്തി അവന്റെ പേരിലാക്കിക്കണം. പല അഡ്രസ്സുകളും തിരുത്തി അവൻ അവന്റെ പേരിൽ. അതുവരെ എല്ലാരും അറിയപ്പെടുന്ന അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ സന്തതി എന്ന്. ദാവീദ് വന്ന് കയറി കഴിഞ്ഞ ഉടനെ ദാവീദിന്റെ സന്തതി എന്ന അഡ്രസ്സിലേക്ക് അവൻ തിരുത്തി മാറ്റിക്കളഞ്ഞു. ദൈവമേ, നീ ഒരുത്തൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ദേശത്തിന്റെ പല കെയർ ഓഫുകളും നിന്റെ പേരിലായിരിക്കണം. നിന്റെ കുടുംബത്തിൽ പലരും ജനിച്ചിരിക്കാം, പലരും മരിച്ചിരിക്കാം. പക്ഷെ നീ ഒരുത്തൻ നിന്റെ വീട്ടിൽ ജനിച്ചിരുന്നത് ഒരു മൈൽ സ്റ്റോൺ പോലെ, ഒരു മെമ്മറി പില്ലർ പോലെ നിന്റെ കുടുംബക്കാർ, നിന്റെ തലമുറകൾ ഓർത്തിരിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ചൊരു 100 കൊല്ലം കഴിഞ്ഞാലും, ഒരു 50 ജനറേഷൻ കഴിഞ്ഞാലും അവരെല്ലാം പറയണം, ഞങ്ങളുടെ ജനറേഷനിൽ ഒരു ബിനോയ് ജീവിച്ചിരുന്നു, ഞങ്ങളുടെ ഫോർ ഫാദേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു ബിനോയ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ അജോ എന്ന് പറയുന്നൊരു ഭക്തൻ ജീവിച്ചിരുന്നു, ജാക്സൺ എന്ന് പറയുന്ന ഒരു ആരാധനക്കാരൻ ജീവിച്ചിരുന്നു. ഇത് പറയിപ്പിക്കുമ്പോഴാണ് ദൈവത്തിലെ ഹല്ലേലൂയ നമ്മുടെ ലൈഫ് ദൈവസന്നിധിയിൽ കൃതാർത്ഥരാകുന്നത്. ബൈബിൾ പറയുന്ന ഒരു പദമുണ്ട്, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അതിന്റെ അർത്ഥം നീ മരിച്ചു പോയാലും നിന്റെ പേര് ജനറേഷനുകൾ ഇങ്ങനെ ഓർത്തിരിക്കും. ഇന്നത്തെ പലരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്ലറയിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൂവും വാരിയിട്ട് അവരുടെ സെമിത്തേരിയിൽ നിന്ന് കിട്ടുന്ന റിഫ്രഷ്മെന്റും വാങ്ങിച്ച് കഴിച്ച് ഏത് ഒരു ഹാഷ്ടാഗിൽ ഒരു മെസ്സേജും ടാഗ് ചെയ്യുന്നതോടുകൂടി പല ഭക്തന്മാരുടെയും ഓർമ്മകൾ മറന്നുപോകും. പക്ഷേ ആരാധന കൊതിയനായ ദാവീദിന്റെ ഓർമ്മകൾ മരിക്കാതെ ഇന്ന് നിൽക്കുന്നത് പോലെ കർത്താവിനെ ആരാധിക്കാൻ ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു മൈൻഡ് നിനക്കുണ്ടെങ്കിൽ, ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മരണം കഴിഞ്ഞാൽ നിങ്ങളെ ഓർക്കും. നിങ്ങളുടെ കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ കൊച്ചുമക്കളും പറയും, ഞങ്ങളുടെ ജനറേഷൻ ഒരു പിതാവ് ജീവിച്ചിരുന്നു. ആ പിതാവിനോടുള്ള ദൈവത്തിന്റെ ഫേവർ. ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, ദാവീദിന്റെ നിശ്ചല കൃപകളെ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാവീദിനോടുള്ള അവന്റെ കൃപ, ഫേവർ. എന്താ പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ കൂടാരം. അതുകൂടെ പറഞ്ഞ് അല്പസമയം നമുക്ക് ദൈവത്തെ വീണ്ടും ആരാധിക്കും. എന്ന് ദാവീദിന്റെ കൂടാരം എന്നറിയാം. സത്യത്തിൽ കൂടാരം ദാവീദിന്റേതല്ല, സത്യത്തിൽ കൂടാരം മോശയുടേതാണ്.
കൂടാരം ചമയ്ക്കാൻ കൽപ്പന ലഭിച്ചത് മോശയ്ക്കാണ്. എബ്രായ ലേഖനം പറയുന്നു കൂടാരം ചമപ്പാൻ അവന് കൽപ്പന ലഭിച്ചപ്പോൾ എന്ന് പറഞ്ഞു. കൽപ്പന കിട്ടിയത് മോശയ്ക്കാണ്. അതിന് ഡിസൈൻ വർക്ക് ചെയ്തത് ബെസലയിലായിരുന്നു. ഈ കൂടാരത്തിൽ ദാവീദിന് യാതൊരു റോളുമില്ല. ദാവീദ് ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കൂടാരം ചമച്ചത്. എന്നാൽ ആ ഭാഗം നാം പഠിക്കുമ്പോഴേക്കും ഒരു കാര്യം നമുക്കറിയാം. മോശയുടെ കൂടാരം കിര്യത്തരാം എന്ന് പറയുന്ന ഈ പട്ടണത്തിലായിരുന്നു സ്ഥാപിച്ചത്. അവന തകശു തോല് കൊണ്ട് പൊതിഞ്ഞ ആ കൂടാരം ദൂരെ നിന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് സൗന്ദര്യമൊന്നുമില്ല. പക്ഷെ കോരഹപുത്രന്മാർ ഒരിക്കൽ അതിന്റെ പ്രാകാരത്തിനകത്തേക്ക് കയറിയിട്ട് അവർ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര, how beauty the dwelling place of Yahweh. wow, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അതിന്റെ അർത്ഥം എന്താ? പുറമേ കണ്ടാൽ സൗന്ദര്യമില്ലെങ്കിലും അകത്തോട്ട് കയറും തോറും ദൈവ സാന്നിധ്യത്തിന്റെ ബ്യൂട്ടി നിന്നെ പിടിച്ചു വെക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പുറമേ നിന്ന് ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ ആരാധനയൊന്നും നിങ്ങൾക്ക് അത്ര സൗന്ദര്യം തോന്നുന്നില്ലെങ്കിലും ഞങ്ങൾ ഇരിക്കുന്ന ഈ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ വയ്യാത്തതുപോലെ ഞങ്ങൾ അവന്റെ സൗന്ദര്യത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളാ കൂടാരം അവിടെ ഉണ്ടായിരുന്നു. ആ തകശു തോല് കൊണ്ട് പൊതിഞ്ഞ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൊതിഞ്ഞ കാലുകളോടുകൂടി ആ കൂടാരം അവിടെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ സമയം വന്നപ്പോൾ ആ കൂടാരം അവിടെ നിർത്തിയിട്ട് ആ കൂടാരത്തിനകത്തെ ആ നിയമപ്പെട്ടകം ഫെലിസ്ത്യൻ അടിച്ചുകൊണ്ട് പോയി. എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഹാർട്ടായ നിയമപ്പെട്ടകം അവിടെ ഇല്ല. പിന്നെ എന്തോ ഉണ്ട് അവിടെ? തകശുതോലുണ്ട്, പുറമേ ഉള്ള സെറ്റപ്പുകൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? ആരാധനയുടെ ഹാർട്ട് ബീറ്റായ നിയമപ്പെട്ടകം ഫെലിസ്ത്യൻ കൊണ്ടുപോയി. ഇന്നും പല സഭകളിലും അങ്ങനെയാണ്. പുറമെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, വലിയ ബാങ്ക് ബാലൻസുകളുണ്ട്, ഹല്ലേലൂയ, വലിയ കീബോർഡുകളുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. പക്ഷെ ആത്മാവിൽ ആരാധിക്കുന്ന ഹൃദയമുള്ളൊരു തലമുറയില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, ഒന്ന് തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന ഈ അഭിഷക്തന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. വലിയ സെറ്റപ്പുകളൊന്നും നിന്റെ സഭാ ഹോളിൽ ഇല്ലെങ്കിലും, വലിയ വീടും വലിയ എയർ കണ്ടീഷൻ മുറിയും വലിയ കീബോർഡും ഒന്നും നിന്റെ വീട്ടിലില്ലെങ്കിലും, കൊച്ചു ടാമറിന് വേണ്ട പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് നീ പാട്ട് പാടുമ്പോൾ സ്വർഗം നിന്റെ മുറിയിൽ ഇറങ്ങി വരുവാണെങ്കിൽ, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചു. വലിയ സെറ്റപ്പുകളുള്ള സ്ഥലങ്ങളിൽ ആരാധനയുടെ ഹാർട്ട് ബീറ്റ് ഇല്ല, ആരാധനയുടെ ഋതങ്ങളില്ല. മത്സരികളായ വർഷിപ്പ് ലീഡേഴ്സ് ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിഗളിച്ചു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ പൊളിക്കുന്ന ഒരു അഭിഷേകം ഭാരത സഭയുടെ മേൽ, യേശുവിന്റെ നാമത്തിൽ അതിശക്തമായ ആരാധനയുടെ അഭിഷേകങ്ങൾ, അതിശക്തമായ ആരാധനയുടെ പുതപ്പുകൾ എന്റെ ജനത്തിന്റെ മേൽ ഇന്ന് പകൽ വീഴട്ടെ. ഒരു ജനറേഷനിൽ ദാവീദിന്റെ മേൽ വീണ ബ്ലാങ്കറ്റ്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് ഓൺ ചെയ്തപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ ഭക്തവത്സൻ അച്ചായന്റെ ലൈവ് കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. എത്രയോ നല്ല പാട്ടുകൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച ആ ദൈവമനുഷ്യന്റെ ചെറുപ്പകാലം, അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്ന വഴികളെല്ലാം കേട്ടിട്ട് ഞാൻ ഇന്ന് രാവിലെ കുറെ സമയം ഞാൻ ആരാധിച്ച ആ ദൈവമനുഷ്യന്റെ സാക്ഷ്യം കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഒരു പാട്ട് പാടാൻ അദ്ദേഹം കൊതിച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കാൻ അദ്ദേഹം കൊതിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞ യേശുവിലേക്ക് വന്നപ്പോൾ അവൻ എന്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. അദ്ദേഹം പറഞ്ഞ ആ പാട്ടുമായി ഞാൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ഓടി നടന്ന് പാടി എന്റെ കർത്താവിനെ. ഹല്ലേലൂയ. നിന്റെ വായിലൊരു പുതിയ പാട്ട് അവൻ തരട്ടെ. ദാവീദ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ദാവീദിന് മനസ്സിലായി, സമാഗമന കൂടാരം അവിടെ ഇല്ലാതെ സെറ്റപ്പുകളുമായി കിര്യത്തരാമിൽ മോശയുടെ കൂടാരം ഇരിപ്പുണ്ട്. ആരും അന്വേഷിക്കുന്നില്ല നിയമപ്പെട്ടകം എവിടെയാണെന്ന്. ദാവീദ് കൊട്ടാരത്തിൽ വന്ന ഉടനെ അവൻ അന്വേഷിച്ചു, പെട്ടകം എവിടെയാണ്. അവൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. നമുക്കതെല്ലാം പരിചയമുള്ളത് കൊണ്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഉസ്സ തൊട്ടു, ഉസ്സ മരിച്ചുപോയി. അന്ന് ഭയങ്കര ഭീതി ദേശത്ത് വീണു. ചില മാസങ്ങൾ ഒബേദെദോമിന്റെ വീട്ടിലേക്ക് ആ പെട്ടകം നീക്കി വെച്ചിട്ട് ദാവീദ് വീണ്ടും തിരിച്ചുപോയി. പിന്നെയും ദാവീദ് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. അവൻ ആളെ വിട്ട് ചോദിച്ചു, ഒബേദെദോമിന്റെ വീട്ടിൽ ആ പെട്ടകം എങ്ങനെ ഇരിക്കുന്നെന്ന്. എന്റെ ഭാഷയിൽ ഞാൻ പറയാം, അപ്രതീക്ഷിതമായ കിട്ടിയ ഭാഗ്യം ഒബേദെദോമിന്റെ ഭവനത്തെ
ഹല്ലേലൂയ. ദൈവം ഭയങ്കരമായി അനുഗ്രഹിക്കാനിടയായി തീർന്നു. ജാതീയനായ ഒബേദെദോമിന്റെ വീട് പൗരോഹിത്യ ഗണത്തിലേക്ക് കയറി വരാനിടയായി തീർന്നു. ഹല്ലേലൂയ. ലേവിയ ഗോത്രത്തിൽപ്പെടാത്ത ആ കുടുംബം പൗരോഹിത്യ ഗണങ്ങളിലേക്ക് കയറി വന്നത് പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ദൈവം ഇതില് ഞാൻ ഒബേദെദോമിനോട് പ്രാർത്ഥനാ മുറിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നീ ആ പെട്ടകം മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടത്? എന്റെ കൊച്ചു ഭാവൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ പെട്ടകത്തെ കുഞ്ഞുങ്ങളെ സ്റ്റംപാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞു. ക്രിക്കറ്റ് കളിക്കാനുള്ള സ്റ്റംപാക്കി ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എന്റെ വീട്ടിലെ പെട്ടകത്തെ കുഞ്ഞുങ്ങളുടെ ഫുട്ബോൾ കളിക്കാനുള്ള ഗോൾ പോസ്റ്റ് ആക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ പവിത്രതയോടെ ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തെ പരിപാലിച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ പുൽപ്പിറ്റുകൾ, നിന്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറി, നിന്റെ ബൈബിൾ, നിന്റെ പാട്ടുപുസ്തകം, ഇതൊന്നും കളിസ്ഥലങ്ങളല്ലെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. ബൈബിളിൽ ഒരു വാക്യമുണ്ട് ദൈവത്തിലെ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഒബേദെദോം ദൈവത്തെ മാനിച്ചു, ദൈവം അവനെ മാനിച്ചു. ഞാൻ ഈ ദൂതുകൾ പറയുമ്പോൾ എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ എന്റെ കാര്യം, പേഴ്സണൽ കാര്യം പറഞ്ഞ് ഞാൻ പ്രസംഗിച്ച് മടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരാധിച്ച് മടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ ഞാൻ ആരാധിച്ച് മടുത്തിട്ടില്ല. ഹല്ലേലൂയ. മോശയുടെ കൂടാരം, അതിനകത്തിരുന്ന ആ ഹാർട്ട് ബീറ്റ് ഫിലിസ്തീൻ അടിച്ചുകൊണ്ടുപോയി. എന്നാൽ ദാവീദ് വീണ്ടും ആ കൂടാരത്തിനകത്ത് ഹാർട്ട് ബീറ്റായ കൂടാരത്തിനകത്ത് ഹാർട്ട് ബീറ്റായ നിയമപ്പെട്ടകം ദാവീദിന്റെ കൊട്ടാരത്തിനകത്ത് അടുത്ത് ചേർന്ന്, യെരൂശലേമിനോട് ചേർന്ന്, മരുഭൂമിയിൽ കിര്യത്തരാമിൽ ഇരുന്ന ആ സാധനം എടുത്തുകൊണ്ടുവന്ന് മോശയുടെ വീടിനോട് ചേർന്ന് ഒരു പ്രത്യേക കൂടാരം അടിച്ച് അവൻ അതിനെ അവിടെ സ്ഥാപിച്ചു. അന്നു മുതൽ അതിനെ മോശയുടെ കൂടാരം എന്നാൽ അറിയപ്പെട്ടത് ദാവീദിന്റെ കൂടാരം. മോശയുടെ കൂടാരത്തിന്റെ പ്രത്യേകത, മോശയുടെ കൂടാരത്തിൽ പുരോഹിതന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ആണ്ടിലൊരിക്കൽ മാത്രമേ മോശയുടെ കൂടാരത്തിൽ ആളുകൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ കൊട്ടാരത്തിന്റെ സൈഡിൽ സ്ഥാപിച്ച ആ ദാവീദിന്റെ കൂടാരത്തിൽ അവൻ പുരോഹിതനല്ലാതിരിക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കൂട്ടുകാരന്റെ കൊന്ന് അവന്റെ ഭാര്യയെ വരെ വിവാഹം കഴിച്ച ആ ചതിയനെന്ന് ഒരുപക്ഷെ നാട്ടുകാർ പറയുന്ന മോശ, ദാവീദ്, തെറ്റിദ്ധരിക്കല്ലേ, ദാവീദ് ഒരു രാത്രി മുഴുവൻ അസമാഗമന കൂടാരത്തിന്റെ അടുക്കൽ പോയി അവൻ ചെലവഴിച്ചു. ഉലക ചരിത്രത്തിൽ ആരും കേറിപ്പോയിട്ടില്ല. ഭയത്തോടെ പുരോഹിതന്മാർ കേറിപ്പോയിട്ട് സെക്കൻഡുകൾക്കകം ഇറങ്ങിപ്പോകുന്ന ആ സ്ഥലത്ത് ദാവീദ് പോയി രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചിട്ട് ചോദിച്ചു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ കർത്താവ്? ഇത്രത്തോളം എന്നെ എത്തിക്കാൻ, ഇത്രത്തോളം എന്നെ മാനിക്കാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ എന്ന് ചോദിച്ച് അവനാ പെട്ടകത്തിന്റെ അടുക്കൽ കിടന്ന് കരയുന്നൊരു കാഴ്ചയുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ത്യകാലഘട്ടത്തിൽ ദൈവം സ്ഥാപിക്കുന്ന, റെസ്റ്റോർ ചെയ്യുന്ന കൂടാരം മോശയുടെ കൂടാരമല്ല, ദാവീദിന്റെ കൂടാരമാണ്. ദാവീദിന്റെ കൂടാരത്തിന്റെ പ്രത്യേകത, അത് ജാതികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് അടയ്ക്കത്തില്ല, അത് തുറന്നിട്ടിരിക്കുകയാണ്. പുതിയ നിയമം പറയുന്നു, ഏത് സമയത്തും കരുണയ്ക്ക് നിനക്ക് കയറി ചെല്ലുവാൻ തുറന്നിട്ടിരിക്കുന്ന ഒരു കൃപാസനമുണ്ട് ദൈവത്തിലെ. ഇന്ന് പകൽ ആ കൃപാസനത്തിനടുക്കിലേക്ക് ചെന്ന് ദാവീദിനോട് ചേർന്ന ആ പാട്ടൊന്ന് പാടാവോ ജാക്സ? ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ. എനിക്ക് ആ പാട്ടെന്തോ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വരുന്നു. നമുക്ക് ആ കൂടാരത്തിനകത്തേക്ക് കയറി ദാവീദ് പറഞ്ഞ ആ വരികൾ നമുക്കൊന്ന് ചേർന്ന് പാടി അല്പസമയം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഈ ആരാധന നടക്കുമ്പോൾ നിന്റെ വീട്ടിൽ, നിന്റെ ചർച്ചിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധനയുടെ റെസ്റ്റോറേഷൻ നടക്കട്ടെ.
സ്തുതിക്കാൻ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ചേർന്ന് പാടാം. ഞാനും എൻ കുടുംബമുള്ളവർ എന്തുള്ളൂ ഹൃദയം നന്ദിയാൽ നിറയുന്നവർ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ജീസസ്. ദാവീദിന്റെ ആ കൂടാരത്തിന്റെ പ്രത്യേകതയായിരുന്നു 24 hours ആ ദാവീദിന്റെ കൂടാരത്തിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് ദാവീദിന്റെ കൂടാരത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ദാവീദ് എന്ന മ്യൂസീഷ്യൻ ദാവീദിന്റെ ചരിത്രത്തിലാണ്, ദാവീദിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇസ്രായേലിൽ വർഷിപ്പ് ലീഡർ എന്നൊരു പോസ്റ്റ് വന്നത്. വർഷിപ്പ് ലീഡർ എന്നൊരു പോസ്റ്റ് ആദ്യം കൊണ്ടുവന്ന ആരെന്നറിയോ? സംഗീത പ്രമാണി. നമ്മൾ കണ്ടിട്ടില്ലേ സങ്കീർത്തനത്തിലെ സംഗീത പ്രമാണി എന്ന് പറയുന്ന പോസ്റ്റ് ദാവീദാ കൊണ്ടുവന്നത്. 4000 പേരുടെ കൊയർ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 100-100ലധികം ഇൻസ്ട്രുമെന്റ്സ് ദാവീദ് ദൈവത്തെ ആരാധിക്കാൻ കണ്ടുപിടിച്ചു. അവന്റെ ഹൃദയത്തിനകത്തൊരു വയലന്റ് ലവ് ആയിരുന്നു. അവന്റെ അകത്ത് ഒരു ഭ്രാന്തമായ പ്രേമം. അതാ ഞാൻ പറയുന്നത്, ഒരു ഭ്രാന്തമായ സ്നേഹം. ഒരു ആരാധകന്റെ അകത്ത് വെളിപ്പെടേണ്ടത് അതാണ്, ഒരു ഭ്രാന്തമായ പ്രേമം. ആ തീവ്രമായ സ്നേഹത്തിൽ നിന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടുമോ അതെല്ലാം ആരാധനയാണ്. ആ സ്നേഹമില്ലാതെ നിന്റെ അഭിനയങ്ങൾ ഒന്നും ആരാധനയെ നീ അംഗീകരിക്കത്തില്ല. സ്നേഹമില്ലാത്തവന്റെ ബോഡി ലാംഗ്വേജ് ഒന്നും ആരാധനയല്ല. സ്നേഹമുള്ളവന്റെ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവസ്നേഹത്തെ കുറിച്ച് എന്നോട് ഇടപെട്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എന്റെ മൂത്ത കുഞ്ഞ് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്റെ മൂത്ത കുഞ്ഞ് നടക്കുന്ന ഒരു സമയം, നടന്നു വരുന്ന ഒരു സമയം. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു പട്ടിക്കുട്ടിയുണ്ട്, പപ്പി എന്ന് പറയുന്നൊരു പട്ടിക്കുട്ടിയുണ്ട്. വിനോയ് പാസ്റ്റർ വീട്ടിലേക്ക് ഉള്ളൊരു പട്ടിക്കുട്ടി പോലൊരു പട്ടിക്കുട്ടി. അപ്പോ ഞാൻ രാവിലെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. രാവിലെ മീറ്റിങ്ങിന് പോകാൻ എഴുന്നേറ്റപ്പോൾ എന്റെ കൂടെ മോളും എഴുന്നേറ്റ് ഞാൻ തിടുക്കത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞും പെട്ടെന്ന് നടന്ന് ഞങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അഴിച്ചുവിട്ട പട്ടിക്കുട്ടി ഓടി വന്ന് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ ഈ കുഞ്ഞിന്റെ മേൽ ചാടിക്കേറി. ഈ 1 വയസ്സ് മാത്രം പ്രായമുള്ള മോൾ വല്ലാതെ പേടിച്ച്, വല്ലാതെ നിലവിളിച്ച് കരഞ്ഞു. അപ്പൊ ഞാൻ ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനെ ഓടിച്ചൊന്ന് കോരി എടുത്തിട്ട് എന്റെ പട്ടിക്കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഞാൻ ആ ഷൂ കൊണ്ട് തൊഴി കൊടുത്തു. 5-6 മീറ്ററെങ്കിലും നായ്ക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒരു 5-6 മീറ്ററെങ്കിലും ആ നായ്ക്കുട്ടി ദൂരെ പോയി തെറിച്ചു വീണു. ഞാൻ മോളെ ഒക്കത്തിരുത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത്ര ദേഷ്യത്തോടെ ആ നായയെ നോക്കി. നായ നോക്കുമ്പോൾ അതിന് സത്യത്തിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അത് അവിടെ കിടന്ന് മുട്ടയിൽ ഇഴയുകയാണ്. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ഇഴഞ്ഞു വന്നിട്ട് തൊഴിച്ച് എന്റെ കാലിന്റെ കീഴിൽ വന്ന് എന്റെ കാൽക്കൽ ഉമ്മ തരാൻ തുടങ്ങി. ഞാൻ വല്ലാതെ കരഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം എന്റെ ചെവിയിൽ കേട്ടു. ഈ നായ്ക്കുട്ടിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്ക് എന്നോടുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് മീറ്റിങ്ങിന് പോകാൻ വയ്യാതെ ഞാനൊരു ഭയങ്കര ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടു. തൊഴിച്ച കാലിൽ വന്ന് ഉമ്മ തരുന്ന ആ നായ്ക്കുട്ടിയുടെ ചിത്രം എന്റെ മുഖത്തേക്ക് ഓർമ്മ വരുന്നു. അതാ അയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. അത് തീവ്രമായ ആരാധനയുടെ ഒരു ഉയർന്ന റലമാ പ്രിയപ്പെട്ടവരെ. അതാ പൗലോസ് വെല്ലുവിളിക്കുന്നേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പുറകോട്ട് വലിക്കാൻ ആർക്ക് പറ്റും? നിന്റെ വീട്ടിലെ വളർത്തു നായ്ക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കാൾ വലുതായിരിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ വലുതായിരിക്കണം.
നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ആ ദൈവപുത്രനോടുള്ള നിന്റെ പ്രണയം, നിന്റെ തീവ്രമായ ഒരു ആവേശം നിന്റെ അകത്തുണ്ടെങ്കിൽ, തീവ്രമായൊരു വികാര പ്രകടനം നിന്റെ ആരാധനയിൽ വെളിപ്പെടും. നിന്റെ ആരാധന ഒരുപക്ഷെ ലോകത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദാവീദ് അവൻ ഡാൻസ് ചെയ്യുന്നു. അവൻ നഗ്നനെന്ന് ലോകം കാണുമാറ് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും അവനെ നോക്കുന്നില്ല. അവന്റെ ഹൃദയം മുഴുവൻ നന്ദിയാൽ നിറയുകയാണ്. ആട്ടിൻ തൊഴുത്തിൽ നിന്നും ആടുകൾക്കിടയിൽ നിന്നും അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാതെ തേടി വന്ന് തലയിൽ അഭിഷേകമിട്ട ആ ദൈവത്തോടുള്ള തീവ്രമായ പ്രണയമാണ് അവന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അല്പസമയം കൂടെ നമുക്ക് ദൈവത്തെ അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് Shakura mama mama Mariande. Come on. Aradhana, 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 Yeshu Aradhana, 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 പറയുന്ന ജീവനേക്കാൾ ചേർന്ന് പാടാമോ? ആരാധന, ആരാധന. നിങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കൂടെ ആരാധിക്കുക. ആരാധനയുടെ അന്തരീക്ഷം. ആരാധന,
സമയം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നിങ്ങളുടെ മനസ്സുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇനി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ടിൽ, ഒരു പഴയ ചിന്താഗതിക്കാരായ ആളുകളോട് ചോദിച്ചാൽ എന്താ ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ്, എന്താ ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു, എന്താ അവർ ആഗ്രഹിക്കുന്നത്, എന്താ ഈ ആത്മാവിൽ ആരാധിക്കുന്ന എന്തൊരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പാട്ട് പാടുന്നു, കീബോർഡിന്റെ ബീറ്റ് കൂട്ടുന്നു, ബീറ്റ് കൂട്ടി 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 കുറെ സമയം വൈബ്രന്റ് ആയ എന്തൊക്കെയോ കാണിക്കുന്നു, നല്ലതാണ്. പക്ഷെ അതല്ല ആത്മാവിൽ ആരാധന. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് പെന്തക്കോസ്തുകാരോട് ചിലവർ പറയും. ഞങ്ങൾ ഡ്രം അടിച്ച് അവസാനം അന്യഭാഷ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ആരാധന. അതൊരു പഴയ സ്കൂൾ ഓഫ് തോട്ടാണ്. ആമേൻ. നമ്മുടെ ആരാധനയുടെ രീതികൾക്ക്, നമ്മുടെ ആരാധനയുടെ ബോഡി ലാംഗ്വേജിന് മാറ്റമുണ്ടാകണം. നമ്മുടെ മലയാളം പാട്ടുകളുടെ ഒരു ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, മലയാളം പാട്ടുകൾക്കകത്തുനിന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് കുറവാണ്, പ്രൈസ് കുറവാണ്. മലയാളം പാട്ടുകൾ പലതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നുണ്ടായ ആശ്വാസഗാനങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു പാട്ടിന്റെയും പേരെടുത്ത് പറയുന്നില്ല. പല പാട്ടിനകത്തും പ്രൈസ് ഇല്ല, സ്തുതിയില്ല. ആമേൻ. എന്നാൽ ഇംഗ്ലീഷ് പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹോളി ഹോളി ഹോളി, come on, holy holy holy, blessed be the name of the Lord. Wow. Blessed assurance, Jesus is mine. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഹല്ലേലൂയ എന്നുള്ള കോറസ് ഒക്കെ പാടുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം ചർച്ചിനകത്ത് വ്യാപരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിന്റെ റീസൺ എന്നറിയാമോ? അതിനകത്ത് ഫുൾ പ്രൈസ് ആണ്. ബൈബിൾ ഉണ്ടോ കയ്യില്? വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമുണ്ട്, 22-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താ ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം? ആമേൻ. ലോകത്തിൽ പല ഭാഷകളുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശുവേ എന്ന വാക്കിന് തമിഴ്നാട്ടിൽ യേസയ്യ എന്ന് വിളിക്കും, ഈ ഹിന്ദിയിൽ യേശു മസീ എന്ന് വിളിക്കും, ഇംഗ്ലീഷിൽ ജീസസ് എന്ന് വിളിക്കും. പക്ഷേ ഏത് ഭാഷയിൽ ചെന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ തന്നെയാണ്. അത് ഫ്രഞ്ച് ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും അതിന് വ്യത്യാസമില്ല. കാര്യം എന്തെന്നറിയോ? അതൊരു ഹെവൻലി സെന്റൻസ് ആണ്. അതൊരു ഹെവൻലി സെന്റൻസ് ആണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ആ വാക്ക് പിടിച്ചുകൊണ്ട് വന്നത് കർത്താവിന്റെ മാറിൽ ചാഞ്ഞു കടന്ന ആരാധന കൊതിയനായ യോഹന്നാന. പൗലോസിനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നയാളാണ് പൗലോസ്. പക്ഷെ പൗലോസ് പോലും സ്വർഗത്തെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തതകൾ കാണാം. പൗലോസ് പറയുന്നത്, ഞാന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ആത്മാവിലാണോ ജഡത്തിലാണോ എന്നറിയത്തില്ല, ഉച്ചരിച്ചു കൂടാൻ വയ്യാത്തൊരു ഭാഷ ഞാൻ കേട്ടു, ഏത് ഭാഷയാണെന്നറിയത്തില്ല, ക്ലാരിറ്റി ഇല്ലായിരുന്നു, പക്ഷെ എന്തോ ഞാൻ കേട്ടു. പൗലോസിന് ക്ലാരിറ്റി ഇല്ലാതെ കേട്ട ആ ശബ്ദം വെളിപ്പാട് പുസ്തകത്തിൽ മുഴുവൻ ക്ലാരിറ്റിയോടെ ഒരുവൻ കേൾക്കുകയാണ്. തകർത്ത ഇടി മുഴക്കം പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദമായിരുന്നു ഹല്ലേലൂയ. അതിന് താഴേക്ക് അർത്ഥം പറഞ്ഞു, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ദൈവത്തിന്. അതാണ് ആ വാക്കിന്റെ അർത്ഥം, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും. ഹല്ലേലൂയ. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ലോകത്തിലെ 10,000-കണക്കിന് അല്ല കോടിക്കണക്കിന് ഹല്ലേലൂയ ഇല്ലാത്തൊരു പാട്ടില്ല, ഹല്ലേലൂയ ഇല്ലാത്തൊരു വർഷിപ്പില്ല. എനിക്ക് യോഹന്നാനോടുള്ള സ്നേഹം കൂടുതൽ.
യോഹന്നാന്റെ സമയം മുതൽ ഇന്ന് ഈ രാവിലെ സമയം വരെ ലോക രാജ്യങ്ങളിലുള്ള ദൈവരാജ്യത്തിലുള്ള ദൈവസഭയ്ക്ക് പാടി ആരാധിക്കാൻ ഒരു വാക്കിനെ പിടിച്ചോണ്ട് വന്ന ആ വീരപുരുഷൻ യോഹന്നാൻ സ്വർഗത്തിൽ കയറി പിടിച്ചോണ്ട് വന്നു. ആരാധന കൊതിയന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ തലമുറയിൽ ചിലത് നീ പിടിക്കാൻ പോകുകയാണ്. ചില വാക്കുകൾ പ്രാർത്ഥനാ മുറിയിൽ നീ പിടിക്കാൻ പോകുകയാണ്. ചില പാട്ടുകൾ നീ പിടിക്കാൻ പോകുകയാണ്. ആ ഒരു പഴയ ഇംഗ്ലീഷ് പാട്ടൊന്ന് പാടാവോ? ഹോലി 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 ശരിയായ ഒരു ആരാധനയിലേക്ക് നമ്മൾ കയറി പോവുകയാണെങ്കിൽ, ആരാധന അവസാനിക്കുമ്പോൾ ആരാധിക്കുന്നവൻ ദൈവസാന്നിധ്യത്തിൽ കുതിരും. ദൈവസാന്നിധ്യത്തിൽ കുതിരും. ഞാൻ ആ എക്സ്പീരിയൻസിനെ പലതവണ പറഞ്ഞിട്ടുണ്ട്. സോക്കിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് പറയും. ആത്മാവിൽ കുതിരും. ഹല്ലേലൂയ. നമ്മൾ നടത്താനിരിക്കുന്ന ക്യാമ്പിന്റെ പേരതായിരുന്നു സോക്കിംഗ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ കുതിരുക. ലോകം മുഴുവൻ പലതിനും കുതിർന്നിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു ജനറേഷന് വേണം ആത്മാവിൽ കുതിരുന്ന. അതൊരു ഭയങ്കര ഫീലാണ്. ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ലോകത്തിൽ അനുഭവിക്കാൻ പറ്റിയത് ടൊറന്റോ റിവൈവലിലാണ്. ഈ നമ്മുടെ ജനറേഷനിലാണ് ടൊറന്റോ റിവൈവൽ നടന്നത്. ടൊറന്റോ റിവൈവലിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ടൊറന്റോ റിവൈവലിന്റെ ഫ്രണ്ടിൽ നിന്ന ആ കപ്പിളായിരുന്നു പാസ്റ്റർ ജോൺ അർണറ്റും കാർലിനും. ആമേൻ. ഇവർ രണ്ടുപേർ ബെൻഹിൻ ക്രൂസൈഡിൽ സംബന്ധിച്ച ആളുകളായിരുന്നു. ബെൻഹിൻ ക്രൂസൈഡിൽ സംബന്ധിച്ചിട്ട് അവർ കാനഡയിലെ ടൊറന്റോയിലെ എയർപോർട്ടിനോട് ചേർന്ന ഒരു എയർപോർട്ട്, ആമേൻ, ആ സ്ഥലത്ത് ഒരു ചർച്ച് തുടങ്ങി. ആ ചർച്ചിൽ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു റിവൈവലിന്റെ സ്പാർക്ക് അവിടെ അടിച്ചു. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി, റിവൈവലുകൾ തുടങ്ങുന്നത് ഇന്റിമസിയിൽ നിന്നാണ്. തീവ്രമായ ദൈവസ്നേഹത്തിൽ നിന്നാണ് റിവൈവലുകൾ ആരംഭിക്കുന്നത്. സ്റ്റേജിലെ വിപ്ലവങ്ങളല്ല റിവൈവൽ. സ്റ്റേജ് പൊളിക്കുന്നതല്ല റിവൈവൽ. നിന്റെ അകത്ത് കത്തുന്ന ദൈവത്തോടുള്ള സ്നേഹമാണ് റിവൈവലിന്റെ തീപ്പൊരി.
കപ്പിൾസ് അവിടെ ആരാധിക്കാൻ തുടങ്ങി. അസാധാരണമായ മാനിഫെസ്റ്റേഷൻസ്. മണിക്കൂറുകൾ ആത്മവിവശതയിൽ വീഴുന്ന ജനങ്ങൾ. ആമേൻ. ഈ തലമുറയിൽ പലർക്കും അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഗോൾഡൻ ഡസ്റ്റ്, സിൽവർ ഡസ്റ്റ് പോലെയുള്ള അനുഭവങ്ങൾ. വാവ്. അതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, രാവിലെ സർവീസും തുടങ്ങണ്ട, ജനം അവിടെ വിട്ടുപോകത്തില്ല. ഏകദേശം 200-ലധികം രാജ്യങ്ങളിൽ നിന്നും 60 ലക്ഷത്തിലധികം ആളുകൾ ആ ടൊറന്റോ റിവൈവൽ വിസിറ്റ് ചെയ്തു. എന്തിനെന്നറിയാമോ? ജസ്റ്റ് the feeling the presence of God. ആ സാന്നിധ്യം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. അവരതിലേക്ക് ചെന്ന് കയറുമ്പോൾ മണിക്കൂറുകൾ ആത്മവിവശതയിൽ വീഴും. നമ്മുടെ ആളുകൾക്ക് പലർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ലാഫിംഗ് ഇൻ സ്പിരിറ്റ്. ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ആത്മഹത്യയുടെ ടെൻഡൻസിയുമായി വന്ന, മദ്യപാനത്തിന്റെ ടെൻഡൻസിയും വന്ന ആളുകൾ ആത്മാവിൽ സന്തോഷിക്കാൻ തുടങ്ങി. വാവ്. ആ റിവൈവലിലാണ് ഒരു പ്രത്യേക വാക്ക് ദൈവം റിലീസ് ചെയ്തത്. ഫാദേഴ്സ് ലവ് റിവൈവൽ എന്ന പേര്. ഫാദേഴ്സ് ലവ് റിവൈവൽ. അപ്പന്റെ സ്നേഹം ഈ തലമുറ അനുഭവിച്ചത്. ചുമ്മാ കൈകൊട്ടി പാടി ആരാധനയുടെ അവസാനം അടിയുണ്ടാക്കുന്ന ജഡീകന്മാരെ അല്ല ഈ തലമുറയിൽ ദൈവയ്ക്ക് വേണ്ടത്, ദൈവസഭയ്ക്ക് വേണ്ടത്. നിങ്ങളുടെ സഭായോഗങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാവ്, നീ അനങ്ങാൻ വയ്യാത്ത പോലെ നീ ദൈവമായിട്ട് കൂട്ടിമുട്ടി. നമ്മളൊക്കെ ഫ്രീസ് ആകണം. പാടി 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 നമ്മളൊക്കെ ഫ്രീസ് ആകണം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ പാട്ടുകൾ നിൽക്കുമ്പോൾ സെഫന്യ പ്രവാചകൻ പറഞ്ഞ ആ സ്വർഗത്തിലെ പാട്ട്, ദൈവത്തിന്റെ പാട്ട്, നമ്മുടെ മീതെ അവൻ വെക്കും, നമ്മുടെ മീതെ അവൻ വെക്കും. പഴയ നിയമത്തിന്റെ ആ ആരാധനയുടെ സ്ഥലം അറിയത്തില്ലേ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഏറ്റവും അധികം ബഹളമുള്ള എവിടെ? പ്രാകാരത്തില. നമ്മുടെ പലരുടെ ആരാധന ഇന്നും പ്രാകാരമാണ്. ഈ പ്രാകാരത്തിലെ ബഹളത്തിനാ നമ്മൾ പറയുന്നത് ആത്മാവിലെ ആരാധനയെന്ന്. ഈ പ്രാകാരത്തിലെ ബഹളത്തെയാണ് നമ്മൾ ആത്മാവിലെ ആരാധന. ഞാൻ ഓർക്കുന്നു, ഞാനൊരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ആ ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിച്ചിട്ട് ഒരു കുഞ്ഞ് അവളിങ്ങനെ ആത്മാവിൽ കുതിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ദൈവമായിട്ട് കണക്റ്റായി അവളിങ്ങനെ മൗനമായി നിന്ന് കരയുക, മൗനമായി നിന്ന്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ തലയ്ക്കൊരു തട്ടുകൊടുത്ത് ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞു. തലയ്ക്കൊരു തട്ട് കൊടുത്തിട്ട് അപ്പൊ ഈ പാസ്റ്റർ വെളിപ്പാട് അത് ആത്മാവിൽ ആരാധിക്കാന്ന് പറഞ്ഞ ബഹളം വെക്കടാന്ന്. എന്നെ കേൾക്കുന്നവരെ, ബഹളം പ്രാകാരത്തിലാണ്, പ്രാകാരത്തിലാണ് ബഹളം. വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ ബഹളത്തിന്റെ തോതിച്ചിര കുറയും. അതിവിശുദ്ധ സ്ഥലത്തേക്ക് നീ കയറുമ്പോൾ നിനക്ക് ബഹളം വെക്കാൻ പറ്റത്തില്ല. കാര്യം അവിടെ തേജസ് വാരി ചുറ്റി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഹോളി 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 Almighty, worthy is the Lamb, worthy is the Lamb. You are holy,
is the Lamb. You are holy, holy. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്. ഒബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നത് പോലെയായിരുന്നു ഈ ലോക്ക്ഡൌണിൽ നമ്മുടെ വീടുകളിലേക്ക് ആരാധന വന്നത്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് നൽകി തന്നൊരു വിളിപ്പേരായിരുന്നു രാജകീയ പൗരോഹിത്യ വർഗമെന്ന്. ആ പൗരോഹിത്യ വൃന്ദത്തിന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ ദൈവം നൽകി തന്നൊരു സൂപ്പർ അവസരമായിരുന്നു ഈ ലോക്ക്ഡൌൺ. ഈ 2 മാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരാധനയുടെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒത്തിരി നാളൊന്നും ഒബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നില്ല, കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ വീടിന്റെ സ്ഥിതിയെ മാറ്റിയതുപോലെ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരങ്ങളെ മാറ്റുന്ന നിലയിൽ ഒരു ദൈവിക സ്പർശനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കുഞ്ഞുകുട്ടിയ ആപാലവൃത്തം എല്ലാത്തിന്റെ മേലും ആ ദാവീദിന്റെ കൂടാരത്തിന്റെ റെസ്റ്റോറേഷൻ നടക്കുന്ന ദിവസങ്ങളാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്പസമയം എല്ലാവരും അന്യഭാഷ സംസാരിച്ച് നിങ്ങളുടെ വീടിനകത്ത് ആത്മാവിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട് ആരാധനയ്ക്ക് തുറക്കട്ടെ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് നീ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർ നിന്നെ കളിയാക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ വീടിനകത്തുനിന്ന് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ മുഴുവൻ ആളുകളും നിന്റെ ഒപ്പം ആരാധിക്കാൻ മുട്ടുമടക്കട്ടെ. പരസ്യമായി നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ നാണമുള്ളയാളാണെങ്കിൽ ഇത് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ലജ്ജകൾ പൊളിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ ഒരു തീവ്രമായ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാവരുടെ കൈ അവരുടെ നേരെ നീട്ടിപ്പിടിച്ച് ലൈവിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് ചർച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവിക ഫ്രീഡം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ പാടട്ടെ. 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ചവർ പാടി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ പോലെ അത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആശീർവാദങ്ങൾ നിങ്ങളുടെ മേൽ വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ റൈസൻ തോമസ്, പാസ്റ്റർ ബിനോയ്, പാസ്റ്റർ ബിജു, പാസ്റ്റർ രാജോ, പാസ്റ്റർ ജാക്സൺ, ഞങ്ങൾ ഇൻ ക്രൈസ്റ്റ് ചർച്ച്, ഇൻ ക്രൈസ്റ്റ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാത്തന്നൂരിലുള്ള ഞങ്ങളുടെ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ഉള്ള ആളുകളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കൊരു ആരാധന സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അൺഅഡൾട്ടേഡായ കറ പുരളാത്ത ദൈവത്തിനെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച് കർത്താവിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.